ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് 2.1 ആംപ്ലിഫയർ. 100+50+50 ഉള്ള 2.1 സബ് വൂഫറും ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. ഇതിൻ്റെ ബോർഡാണ്. ഇതെൻ്റെ സ്പീക്കറാണ്. ഇതിൻ്റെ അസംബ്ലിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വിശദമായിട്ട് നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് തന്നെ അസംബിൾ ചെയ്യാം, എൻ്റെ ഒരു സഹായം ഇല്ലാതെ. ഈ സാധനം എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് തന്നെ അസംബിൾ ചെയ്യാം. നല്ലൊരു സ്പീക്കർ കയ്യിലുള്ള ഒരാൾക്ക് ഒരു സബ് വൂഫറും ഇതുപോലൊരു വൂഫറും 2 സ്പീക്കറും കയ്യിലുള്ള ആൾക്ക് അടിച്ച് തയ്യാറാക്കാൻ വീട്ടിൽ ചെറിയ പൈസയ്ക്ക്, കുഞ്ഞ് പൈസയ്ക്ക്. അതാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. ഓക്കെ, തുടർന്ന് വീഡിയോ കണ്ടോളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതായത് ഒരു 2.1 ആംപ്ലിഫയർ, 2.1 ഡി ക്ലാസ് ആംപ്ലിഫയർ ബോർഡാണിത്. ഈ ബോർഡ്, ഇതിൻ്റെ പവർ സപ്ലൈ 200 വാട്ട്സിൻ്റെ പവർ സപ്ലൈ. ഇത് ബ്ലൂടൂത്തും ഓക്സിജനും ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഡി ക്ലാസ് ആണ്. ഇതിവിടെ ഓൺ ഓഫ് ഉണ്ട്. പിന്നെ ഇത് ഓരോന്നും ബാസ്, ട്രിബിള്, മെയിൻ വോളിയം, ലെഫ്റ്റ് റൈറ്റ് ചാനൽ, അങ്ങനെ എല്ലാ സംവിധാനമുള്ള സെറ്റാണ്. എൻ്റെ ഔട്ട്പുട്ട് ഇവിടെയാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ. വയലറ്റ് ഞാൻ പോസിറ്റീവായിട്ട് കൊടുക്കുവാണ്. വയലറ്റ് ഞാൻ പോസിറ്റീവായിട്ട് ഇവിടെ കൊടുക്കാൻ പോവാണ്. ഒരു 220K റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട് നമ്മൾ. 220K ഇടയ്ക്ക് ഇല്ലിരിക്കുക. കാരണം 24 വോൾട്ട് 200 വാട്ട്സ് ഉണ്ടല്ലോ സാധനത്തിന്. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടില്ല, ശരിയാകത്തില്ല. അത് ഇട്ടു. പിന്നെ ഈ വയർ ത്രൂ ഇടണം. വയർ ഇവിടെ ത്രൂ ഇടണമെങ്കിൽ ഇതിനൊരു സ്ലീവ് ഇട്ടേക്കാം. ഇവിടെ എടുത്തു. അത് ബ്ലോവർ ഒന്നെടുക്കാം, ഒന്ന് ചൂടാക്കാൻ. ബാറ്ററി, സാധാരണ ബാറ്ററിയാണ്. ഓക്കെ, കത്തി. അപ്പം വയലറ്റ്, ഇത് പോസിറ്റീവ്. ഇത് പോസിറ്റീവ്, മറ്റേ നെഗറ്റീവ്. വയറ് നീളം വയലറ്റ് പോസിറ്റീവ്. അപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് പിടിപ്പിക്കണം ഇവിടെ. ഇത് പിടിപ്പിക്കണമെങ്കിൽ ഗ്ലൂ ഗൺ അടിക്കണം. പണ്ട് ഇത് കൂട്ടൊക്കെ ഒരു സോക്കറ്റൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ സാധനമൊന്നും ഇപ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. ഗ്ലൂ ഗണ്ണിട്ട് പിന്നെ നേരെ നിർത്താനേ ഇനി പറ്റുള്ളൂ. ഗ്ലൂ ഇട്ട് പശയിട്ട് നിർത്താം. ഉണങ്ങുന്ന വരാനും പിടിക്കണം. സ്കിന്നെടുക്കാം.
എല്ലാം സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പവർ സപ്ലൈയുടെ ഔട്ട് എടുക്കാൻ പോകണം, പോസിറ്റീവ് നെഗറ്റീവ്. അത് ഒരു കാരണവശാലും തിരിയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് റെഡ് എടുക്കുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് റെഡ് എടുക്കുകയാണ്. ഒരിച്ചിരി ഇവിടത്തിനകത്തൂടെ ഇറങ്ങി മണ്ട വരണം. എന്നാണേലും നമുക്കിപ്പം ഇവിടെ കണക്ട് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്തായാലും വരണം എന്നുള്ളത് മനസ്സിലാവും. ആദ്യം നമ്മുടെ പവർ സപ്ലൈ ബോർഡ് ഇവിടെ മുറുക്കാൻ പോവാണ്. മുറുക്കാൻ 2 സ്റ്റാർ സ്കൂട്ടർ എടുത്തിട്ടുണ്ട്. ഈ മെറ്റലെ മുറുക്കുന്ന 2 സ്റ്റാർ സ്കൂട്ടറാണ്. ഈ സ്കൂട്ടറാണ് ഇത് മുറുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. അപ്പോൾ തുള കറക്റ്റ് ഇത് നമ്മൾ ഈ മെറ്റലിൽ കയറുന്ന കൂട്ടി സ്റ്റാർ സ്ക്രൂ ആണേ. മെറ്റലിൽ കയറുന്ന ടൈപ്പ്. രണ്ടും പോയി. ഒരെണ്ണം കിട്ടി, ഒന്നും താഴെ പോയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇത് മെറ്റലിൽ കയറുന്ന ടൈപ്പ് വേണം. പവർ സപ്ലൈ 2 സ്ക്രൂവിൽ നല്ല മെറ്റൽ സ്ട്രോങ് സ്ക്രൂവിനകത്ത് മുറുക്കി. ഇനി പവർ സപ്ലൈ അനങ്ങത്തില്ല. ഇനി പവർ സപ്ലൈയുടെ ഇൻപുട്ട് ഈ തൈഡിനകത്തൂടെ കയറ്റി. അതും അനങ്ങത്തില്ല. അപ്പം ഈ അടിഭാഗം ചേർന്ന് ഉള്ളൊരു സ്ക്രൂവും കൂടെ കൊടുത്താൽ അത് വൃത്തിയായിട്ട് അത് അവിടെ ചേർന്നോളും. ഈ മെറ്റലല്ലാത്തൊരു സ്ക്രൂ തരാം, ഇങ്ങനെ പിരിയുള്ള സ്ക്രൂ ഇവിടെ ഇടാം. ഇത് AC ഇൻപുട്ടിൻ്റെ ആണ്. അവിടെ നമ്മൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. റെഡ്, ബ്ലാക്ക് ഇത്. പിന്നെ നമ്മൾ ഈ കോഡ് വെയർ സാധാരണ എല്ലാവരും കെട്ടിയൊക്കെ ഇടാറുണ്ട്. പക്ഷെ നമ്മൾ കെട്ടുന്നില്ല. നമ്മൾ മാക്സിമം നീളം കിടന്നോട്ടെ. ഇച്ചിരി ഗ്ലൂ പശ ഇട്ട് കൊടുത്താൽ അവിടെ നിന്നോളുമില്ല. പിന്നെ അധികം വലിയല്ലോ. ഇച്ചിരി അകത്തോട്ട് ഇട്ടിട്ട് ഇച്ചിരി ഗ്ലൂ അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ ഞാനതങ്ങ് സെറ്റ് ചെയ്യുവാണ്. ആരും വലിക്കുമൊന്നുമില്ല. കിടന്നു ഇച്ചിരി ആവശ്യത്തിനുള്ള അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതാവശ്യമുള്ളൂ, വലിയൊന്നുമില്ല. അവിടെ കിടന്നോളൂ. ഓക്കെ. അല്ലെങ്കിലും വലിച്ചാലും ഒന്നും സംഭവിക്കില്ല. ഇനി നമുക്ക് LED ബൾബ് കൊടുക്കണം ഇതിൻ്റെ. പിന്നെ അതിന് മുമ്പ് നമുക്ക് ഒരു പരിപാടി ഉണ്ട്. അതായത് നമുക്ക് ഔട്ട്പുട്ട് പോസിറ്റീവ് നെഗറ്റീവ് എടുക്കണം. ഈ ആംപ്ലിഫയറിനുള്ള പോസിറ്റീവ് നെഗറ്റീവ് അത് ഇച്ചിരി ഗേജ് കൂടിയ മിനിമം 1 mm 2 mm സ്ക്വയർ വയർ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് റെഡ് അവിടെ നിന്ന് വന്നാൽ ഇവിടെ വന്ന് ഈ സൈഡിൽ കൂടെ വരണം. ഈ സൈഡിൽ കൂടെ വന്ന് ഇവിടെ അതേ കുത്താനുള്ള ഒരു ഇത് വരണം. അപ്പോൾ ആദ്യം അവിടെ നിന്ന് റെഡ് നമുക്ക് നല്ലപോലെ ചുറ്റി എടുക്കാം. നീളം ഒത്തിരി കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ഗേജുള്ള വയറായതുകൊണ്ട് നമ്മൾ കത്തിച്ച് കളയുന്നതും നമുക്ക് നഷ്ടമാണ്. അപ്പം ആദ്യത്തേത് ഇവിടെ ഗ്രൗണ്ട് V1 V2 ഏതാ പോസിറ്റീവ് എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തേക്കാം. ഒരു സാധനം നമ്മൾ ചെക്ക് ചെയ്യുന്നതിനകത്തൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു അബദ്ധമോ ബുദ്ധിമുട്ടോ വരുന്നതിലും നല്ലത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എപ്പോഴും. എല്ലാം എനിക്കറിയാം.
എന്ന് ചിന്തിച്ച് നമ്മൾ അഹങ്കാരം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എ സി കുത്തുന്നു. അപ്പോൾ നമ്മുടെ അകത്തെ ലൈറ്റ് ഒരെണ്ണം കത്തി. ഇനി വോൾട്ടേജ് നോക്കാൻ പോവാണ്. വോൾട്ടേജ് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാ, 23.91 വോൾട്ട് കാണിച്ചു. എനിക്ക് 23.91 വോൾട്ട്, കറക്റ്റ് 24 വോൾട്ടിന് 0.9 വോൾട്ടിൻ്റെ കുറവ്. അപ്പോൾ കറക്റ്റ് പവർ സപ്ലൈ ആണ്. അതിന് ഇപ്പുറത്തെ പോസിറ്റീവ് ഇതിൻ്റെ അകം കാണിച്ചു, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോസിറ്റീവ് ചെയ്യാൻ പോവുകയാണ്. പോസിറ്റീവ് ഓക്കെ. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ സ്ക്രൂ പൊക്കിയെടുത്തായിരുന്നു. അതിൻ്റെ എനിക്ക് പൊക്കിയെടുത്ത് സ്ക്രൂയിൽ പോയി വേണ്ടേ, അത് നമ്മളിങ്ങനെ വളച്ചിട്ട് ഇതിൽ കയറ്റി മുറുക്കണം. കുറച്ചുകൂടെ ഇൻസ്ട്രക്ഷൻ കളഞ്ഞ് കിട്ടിയിട്ട് മുറുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് നമുക്ക് ഗേജ് ഒട്ടും കുറയാൻ പാടില്ല. പെപ്പറാണ്, ചുറ്റുമാണ്. ചുറ്റി ഇനി ഇത് ഇവിടെ മുറുക്കണം. നമ്മൾ ഫസ്റ്റ് പോസിറ്റീവ് നമ്മൾ ഇനി എടുക്കുവാണ്. പോസിറ്റീവ് നമ്മൾ ചുറ്റി സ്ക്രൂ ചെയ്ത് നമ്മളെടുത്തു. പോസിറ്റീവ് എടുത്തു. ഇപ്പോൾ നമ്മൾ പവർ സപ്ലൈയുടെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇതിൻ്റെ മണ്ടയിലല്ല വരുന്നത്. ഇത്രയും ധാരാളം മതിയായിരിക്കും. അതിവിടെ വെച്ച് ഞാൻ മുറിക്കാതെ കൂടുതലുണ്ട്, നമുക്ക് പിന്നെ മുറിച്ചിടാം. പിന്നെ നെഗറ്റീവ് ഒരു സ്ലീവ് തരണം, ഒരു സ്ലീവ് ഇത് രണ്ടും കൂടെ കയറ്റിയിടാൻ. കാരണം അവിടെ നമ്മൾ മെറ്റലാണല്ലോ, ഒരേയൊക്കെ ചെയ്യാതിരിക്കാൻ ഒരു സ്ലീവിനകത്തൂടെ കയറ്റിയിടുവാണെങ്കിൽ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. നെഗറ്റീവ് കണക്ഷൻ്റെ സ്ക്രൂ എടുത്തു. അതായത് 24 വോൾട്ട് നമ്മൾ ബോർഡയിലോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 200 വാട്ട്സ് പവർ സപ്ലൈ ആണ് ഇരിക്കാൻ പോകുന്നത്. ഇത് 24 വോൾട്ട്. അപ്പോൾ ഞാനങ്ങനെ നെഗറ്റീവ് എടുത്തു. അത് ഞാൻ മുറുക്കാൻ പോവാണ്. അത് ഞാൻ അതിലേക്ക് മുറുക്കുകയാണ്. രണ്ടല്ലോ ഇവിടെയാണ് അതിൻ്റെ മുറുകുന്നത്. അങ്ങനെ നമ്മൾ പിരിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇത് മുറുക്കിയെടുക്കണം. അത് ലൂസൊന്നും വരില്ല, DC വോൾട്ടേജ് ആയതുകൊണ്ട് ഒട്ടും ലൂസ് വരരുത്. അങ്ങനെ നമ്മളത് മുറുക്കിയിട്ട് കാണിച്ചത് നല്ലപോലെ ക്ലോസ് ആയിട്ട് കാണിച്ച് അതൊക്കെ ഇത് എടുത്തു. പിന്നെ നമ്മളതിനൊരു സ്ലീവ് ഇടാന്ന് ഇത് ഓക്കെ അങ്ങനെ പുറത്ത് വെച്ചേട്ടെ. ഇത് രണ്ടോടെ ഇതിനകത്തോടെ കയറി പോവോ? പോകല്ലേ എൻസി. ഇത് വയലറ്റ് അല്ലായിരുന്നു നമ്മൾ പോസിറ്റീവാന്ന് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പം വയലറ്റ് പോസിറ്റീവ്. ഇത് നമ്മൾ LED കണക്ഷൻ കൊടുക്കാൻ പോവാണേ. ഇപ്പോഴും 24 വോൾട്ട് കിടപ്പുണ്ട്. ആ 24 വോൾട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മറ്റേ മെയിനേ നല്ല എടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഇപ്പുറം കിടപ്പുണ്ട്. അപ്പം അതൊന്ന് മുട്ടിച്ച് നോക്കട്ടെ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയാണ്.
ഓക്കെ, കത്തി നല്ല ഒരു 2 സ്റ്റെപ്പ്. ഇത് വയലറ്റേലും ഇത് ബ്ലൂ വേലും. വയലറ്റ് പോസിറ്റീവും ബ്ലൂ വേ നെഗറ്റീവുമാണ്. ആ പിന്നാലോട്ട് തന്നെയാണ് നമ്മളിത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം വയലറ്റ് തന്നെ കൊടുത്തേക്കാം. നമ്മുടെ ഫ്ലക്സ് ചെയ്ത് ചടിപ്പോയി. നമുക്കിവിടെ ഇവിടെ സോൾഡറിങ് വയലറ്റ് നമ്മൾ വേറെ സ്ഥലത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു പാരലായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മെയിൻ സപ്ലൈക്ക് ഒരു പ്രശ്നം വരികയില്ല. അപ്പോൾ ഇതൊന്നും കൊടുക്കുമ്പോൾ LED മാത്രമായിട്ടേ. ഇനി LED അങ്ങനെ ഷോർട്ടായാലും കത്താ വരും എന്നുള്ളതല്ല, വേറെ അനവരൊന്നും സംഭവിക്കാനില്ല. പിന്നെ ഒരു 220K റെസിസ്റ്റർ ഞാനൊരു 1 ബാട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുമുണ്ട്, വേറെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും വരാനില്ല. അപ്പോൾ പോസിറ്റീവ് അവിടെ കൊടുത്തു. ഇനി അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവും കൊടുത്തു, നെഗറ്റീവും കൊടുത്തു. 2 സ്ലീവും ഞാനിട്ടു. ഇനി സ്ലീവ് ഇട്ട് ഇനി ഇത് കത്തുമെന്ന് നോക്കിയേക്കാം. കത്തിയിട്ടത് ഹീറ്റാക്കി വിടാം. പച്ചക്കത്തി. ഓക്കെ, ഞാൻ ഒന്ന് ഹീറ്റാക്കി വിട്ടേക്കാം. കുത്തി ഹീറ്റാക്കി. ഇനി നമുക്കറിയേണ്ട ഇവിടെ ഒരു ഇതിലെ വോൾട്ടേജ് വരണം. ഹീറ്റ് സിങ്കേ കൂടെ വരേണ്ട ആവശ്യമില്ല. ഒരു സ്ലീവ് ഓൾറെഡി ഉണ്ട് അതിന്, പിന്നെ ഇപ്പം ഒന്ന് ചുറ്റി ഇഞ്ഞെടുത്താൽ മതി. അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഹീറ്റ് ചെയ്ത്. ഓക്കെ, വോൾട്ട് LED വോൾട്ടേജ് ഒന്നുകൂടെ വിട്ടയച്ചു. ഒന്നിടത്ത് പോയി മുട്ടരുത്, തട്ടരുത്, വയറിളകരുത്. നമ്മളൊരു വർക്ക് ചെയ്താൽ ഒരായുഷ്കാലം ഇരിക്കണം. അതുകൊണ്ട് ഞാനിത് പിരിച്ചും കൂടെ എടുക്കുന്നു. പിന്നെ മണ്ടേരാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും ലൂസ് ഇരുന്നോട്ടെ. ഇത് നെഗറ്റീവ്, അത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. നമ്മൾ ഒന്ന് ലെഡ് ചെയ്യാൻ പോവാണ്. ഒരു പുറത്തുള്ള സ്ഥലമായതുകൊണ്ട് ലെഡ് ചെയ്താൽ നമുക്ക് വൃത്തിയായിട്ടിരിക്കും.
പോസിറ്റീവ് നെഗറ്റീവ്. ഇത് നമ്മൾ ഈ സാധനത്തിൻ്റെ ഇത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ അഴിക്കുക. ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ വേണം, ഒരു ഫ്ലാറ്റ് ടെസ്റ്റർ പോലത്തെ ഫ്ലാറ്റ്, ചെറിയ ഫ്ലാറ്റ് ടെസ്റ്റർ പോലത്തെ ഫ്ലാറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഇതായിട്ട് നോക്കുക. ഇത് തിരിഞ്ഞ് മറിഞ്ഞ് വരില്ല. പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ. ഇങ്ങനെ ഇത് കുത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ കുത്തിയാൽ കയറത്തില്ല, ഇങ്ങനെ നിൽക്കത്തുള്ളൂ, കയറത്തില്ല. ഷോർട്ടിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി അതിൻ്റെ സോക്കറ്റ് അതുപോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോസിറ്റീവ് കയറ്റുവാണ്. പോസിറ്റീവ് കയറ്റുക എന്ന് പറഞ്ഞാൽ മുറുക്കുകയാണ്. മുറുക്കി നോക്കട്ടെ, വലിച്ച് നോക്കട്ടെ, എന്നിട്ട് ഊരി വരുമോന്ന്. ഊരി വരികയില്ല. ഇനി നെഗറ്റീവാണ്. നെഗറ്റീവ് നമ്മൾ നെഗറ്റീവും ഫുള്ള് കയറ്റി ഒരുത്തന് ഊരി വന്ന് മറ്റവൻ്റെ അടുത്ത് പോയി മുട്ടിയാൽ മതി, പരിപാടി കഴിഞ്ഞ്. അതുകൊണ്ട് വലിച്ച് നോക്കണമെന്ന് ഞാൻ പറയുന്നു. അവനെയും വെച്ച്, അവനും പൊരിയല, ഇവനും പൊരിയല, രണ്ടുപേരും നിൽക്കുന്നു. പിന്നെ ഇങ്ങനെ കുത്തുന്നത് കണ്ടില്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കുത്താൻ പറ്റുള്ളൂ. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം ഇത് ഓണാവുമോ. പോസിറ്റീവ് നെഗറ്റീവ്. ഓണായി. ഇതിനകത്തെ ലൈറ്റ് കത്തി. ഇതാണ് ഇതിൻ്റെ സപ്ലൈ. അപ്പം ഇനി ഈ പെട്ടി അടയ്ക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ പവർ സപ്ലൈ നമ്മൾ സെറ്റ് ചെയ്ത പെട്ടി. ഇത് നമുക്ക് അടയ്ക്കാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 2 തുളയുണ്ട്. ഇനിയിപ്പോൾ ആ തുള വേണമെങ്കിൽ അവിടെ കിടന്നോട്ടെ. ഒരു ഹീറ്റൊക്കെ ഇതിനകത്തുണ്ടായാലും എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടി ആ തുള കിടന്നോട്ടെ, അല്ലേ ലൈൻസ്? ഈ 2 തുളയെ എയർ കയറി ഇറക്കാനായിട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ പാറ്റയെ പറ്റി ഒരു നെറ്റ് പോലെ വല്ലതും ആക്കണം. വേണ്ടല്ലേ. തുളയിട്ടു. ഒരു ഓക്കെ, അതെങ്കിലും താഴെ ഉണ്ടോ? ആരാന്ന് കുഴപ്പമില്ല, അടിപൊളിയായില്ലേ. ഇത് 2 നെറ്റ് എയർ ഹോളുകൾ, 2 എയർ ഹോളുകൾ അകത്ത് അലുമിനിയം നെറ്റ് വെച്ച് അടച്ചിരിക്കുന്നതാണ്. കുത്തിത്തുളച്ചാൽ ഇനി അകത്തോടെ പോകാൻ വഴിയില്ല, കുത്തിത്തുളച്ചാലും പോകാൻ വഴിയില്ല. നെറ്റുകൾ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നാല് സ്ക്രൂ ഇഞ്ഞെടുത്തു. 4 സ്ക്രൂ ആണ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മതി. ഒരിക്കും എല്ലാം ഒരിക്കും. ഒന്നും വേണമെന്നില്ല. വേണം ഗ്ലൂഗൺ വെച്ചാൽ വേണം.
വേറെ ഒന്നും ആവശ്യമില്ല. അവന്മാരിപ്പോൾ എന്നാത്തിന് വന്ന ബാറ്ററി കൊണ്ടുവന്നോ? പിന്നെ വർക്കായില്ലല്ലോ, തീർന്നില്ലല്ലോ. ഇല്ലല്ലോ അതുകൊണ്ട് ബാറ്ററി എൻ ടൈപ്പ് ഉണ്ടോ നമ്മുടെ കയ്യിൽ? അലമാരിലുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആംപ്ലിഫയർ ഇതിൻ്റെ മണ്ടയിലാണ് വെക്കേണ്ടത്. ആംപ്ലിഫയർ ഇതിൻ്റെ മണ്ട വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാണ് ആംപ്ലിഫയർ ബോർഡ്. ആംപ്ലിഫയർ ബോർഡിൻ്റെ സപ്ലൈ ആണ് ഇങ്ങനെ കുത്തേണ്ടത്. ഇത് ഇങ്ങനെ കുത്തുന്നത്. ഇതാണ് അതിൻ്റെ സംഭവം. ഇത് കറക്റ്റ്. ഇനിയിപ്പം ഈ സാധനം ഇവിടെ ഇങ്ങനെ മുറുക്കുക. നല്ല ഡീറ്റെയിൽസ് ആയിട്ട് കാണുകയും ചെയ്ത് ഇതിനകത്ത് ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇതൊക്കെയുണ്ട്, മാനുവലൊക്കെ ഉണ്ട്, പടമുണ്ട്. അത് നോക്കി വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഇതിൻ്റെ അടിയിൽ നിന്നാണ് അടിയിലത്തെ തകിട് ഇഞ്ഞെടുക്കുക. ഇതാണ് അടിയിലത്തെ തകിട്. അടിയിലത്തെ തകിടിൽ നിന്നാണ് ഈ കോപ്പറിൻ്റെ ഇത് വരുന്നത്. ഈ കോപ്പറിൻ്റെ ഇത് അടിയിലത്തെ തകിടിൽ നിന്നാണ് പടത്തിൽ കാണുന്നത്. നമ്മൾ ഫിറ്റ് ചെയ്തു. ഒരു ഗ്യാപ്പിന്, എയർ ഗ്യാപ്പിനായിട്ട് നമ്മൾ 4 ഫിറ്റ് ചെയ്തു. ഇത് TZ-TB21 50 വാട്ട്സ് × 2 + 100 2.1 ചാനൽ. അപ്പം നമ്മളിതിൻ്റെ ഇനി സ്ക്രൂ ഇടണം. സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ ഇടണം. താഴെ 4 സ്ക്രൂ മേളിലുമാണ് ഇടേണ്ടത്. താഴെ ഇട്ടു. ഇതടുത്തത് ഇട്ടു. ഇതിട്ടു. ടോപ്പിലെല്ലാം എഴുതിയിട്ടുണ്ട്. സ്പീക്കർ കണക്ഷൻ കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കാര്യവും എഴുതിയിട്ടുണ്ട്. സപ്ലൈ കൊടുക്കുന്ന രീതി എഴുതിയിട്ടുണ്ട്. ഓക്സിജനുണ്ട്. ബ്ലൂടൂത്ത് പിന്നെ ഓട്ടോമാറ്റിക് ആണല്ലോ. ഓക്സിജൻ ഇവിടെ കുത്തിയാൽ മതി. ഓക്സ് വേണ്ടവർക്ക് ബ്ലൂടൂത്ത് ഉണ്ട്. പെൻഡ്രൈവ് ഇതിനും ഉണ്ടാവില്ല. പിന്നെ ബ്ലൂടൂത്ത് മതിയില്ല. ഇപ്പോൾ എല്ലാ കാര്യവും ബ്ലൂടൂത്ത് വഴിയാണല്ലോ ഇപ്പോൾ ഓടുന്നത്. അവർ ചൈനക്കാർ വളരെ ഡീസൻ്റാണ്. ഒരു സ്ക്രൂ അവരെപ്പോഴും കൂടുതലിടും. എന്തെങ്കിലും കാരണവശാൽ മിസ്സിങ് വന്നാലോന്നോർത്ത് ഒരു സ്ക്രൂ കൂടുതലിട്ടിട്ടുണ്ട്. ആ സ്ക്രൂ ഇവിടെ ഉണ്ട്. അപ്പം ഇനി അടുത്തത് ഇതിൻ്റെ വോളിയം കൺട്രോളൊക്കെ പിടിപ്പിക്കുകയാണ്. ഇതിൻ്റെ വോളിയം കൺട്രോളൊക്കെ പിടിപ്പിക്കാൻ ഇത് വോളിയം കൺട്രോളെല്ലാം സെയിം തന്നെയാണ്. എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓൺ ഓഫ്. ഇത് വോളിയം കൂട്ടുന്നു. 2. ഇതടുത്ത വോളിയം കൺട്രോള്. ഇതടുത്ത കൺട്രോള്. എല്ലാ കൺട്രോളും അവരെന്നാത്തിനാണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരേ ലെവലിൽ സെറ്റാക്കുക. ഇത് ഓൺ ഓഫ്. ഇത് റൈറ്റ് ചാനൽ, ബാസ്, ട്രിബിള്, വോളിയം, ഫ്രീക്വൻസി, ഇത്ര സംഭവമുണ്ട്. പിന്നെ ഇത് ഇട്ടപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാഞ്ഞുകൊണ്ട് ഒരു ചെറിയ അബദ്ധമുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി ഊരി ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഓഫിലാണെങ്കിൽ നമ്മളതിൻ്റെ ബട്ടൺ ഇവിടെ ഒരേ ലെവലിലിടുക. ഇതെല്ലാം ഇങ്ങനെ ആക്കി നോക്കുക. ഇപ്പോൾ നമ്മൾ ചുമ്മാ കയറ്റിയത് കൊണ്ട് അതിൻ്റെ ആ വരയുടെ ലെവൽ ഒരേപോലെ വരികയില്ല. വിഷയമുള്ള കാര്യമല്ല. നമുക്ക് ചുമ്മാ
ഇവിടെ നമ്മൾ ഓഫിൻ്റെ ഏറ്റവും കുറഞ്ഞതായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ കയറ്റുക. ഇത് നെഗറ്റീവായിട്ട് കണക്ക് കൂട്ടുക. അവിടെ നമ്മൾ കയറ്റുക. ഇതും അങ്ങനെ കണക്ക് കൂട്ടുക. വര ഇങ്ങനെ ഇടുക, കയറ്റുക. ഇതും അങ്ങനെ ഇടുക. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ്. വര ഇങ്ങനെ ഇടുക, കയറ്റുക. അപ്പോൾ എല്ലാം തന്നെ ഒരേപോലെ ആയി. ഇതിന് ഇച്ചിരി കൂടെ കയറ്റാനുണ്ട്. അപ്പോൾ അതും കയറി. അത്രേ ഉള്ളൂ അതിൻ്റെ സംഭവം. ഇത് ഫ്രീക്വൻസിയാണ്. ഇത് വോളിയം, ട്രിപ്പിള്, ബാലൻസ്, മെയിൻ വോളിയം. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയിലോട്ട് ഒട്ടിച്ചാൽ മതി. നല്ല എന്തെങ്കിലും സാധനം വെച്ച് 3mm വല്ലതും വെച്ച് ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിക്കാം. അലയൻസ് ചെയ്യാം. നല്ല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കണ്ടോളൂ. വേറെ വെച്ച് സബ് വൂഫറിൻ്റെ മറ്റേ നമ്മുടെ ഒരു കൺട്രോളറും വെച്ച് വേറെ കൊടുക്കണം. എന്നാലേ നമ്മൾ ബാസ് കിട്ടാൻ വേണ്ടിയല്ലേ ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റീരിയോ ബോർഡല്ലേ ഉള്ളൂ. ബോർഡുണ്ട്. ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ടേപ്പ് ഒട്ടിച്ചു. 3M ടേപ്പാണ് ഒട്ടിച്ചത്. എന്നാലേ ഇതൊക്കെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതായി പോവും. പൊളിച്ചെടുക്കണമല്ലോ. എന്ത് ചെയ്യും? ഒരാൾ പശ പൊളിച്ചു തരികയാണ്. 3M ടേപ്പിൻ്റെ പശ നമുക്ക് പൊളിച്ചു തരുന്ന ആളെയാണ് കാണുന്നത്. എനിക്ക് ഈ പശ പൊളിക്കുന്ന അത്ര പരിചയമില്ലാത്തതുകൊണ്ട് പശ പൊളിക്കാൻ വിദഗ്ധയായ ഒരാളെ നമ്മൾ ഏർപ്പാട് ചെയ്തിരിക്കുക. അതെ. ഒരാളിടയ്ക്ക് ചോദിച്ചോലെ നിങ്ങളുടെ ടെക്നീഷ്യൻ ആരാന്നൊന്ന് കാണിച്ചു തരുമെന്ന്. അതുകൊണ്ട് ടെക്നീഷ്യൻ ഒന്ന് കാണിച്ചതാണ്. ഇനി ഞാനത് ഒട്ടിക്കാൻ പിടിച്ചു. ഇതാണ് നമ്മുടെ ടെക്നീഷ്യൻ. ഇതിൽ കൂടുതൽ ടെക്നീഷ്യനെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അല്ല ടെക്നീഷ്യൻ ഇങ്ങോട്ട് വെച്ചു. ഇതിൻ്റെ ലെവലിൽ തന്നെ ഞാൻ നോക്കുകയാണ്. ഈ കൺട്രോളൊക്കെ തിരിക്കാനുള്ള ഒരു സൗകര്യത്തിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊളിക്കാൻ പറ്റാത്തൊരു വശയാണിത്. പിന്നെ അത് പൊളിക്കാൻ പറ്റുകയില്ലേ എന്ന് ചോദിച്ചാൽ ബ്രേക്കബിൾ എന്ന് മോഹൻലാൽ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളൂ. അൺബ്രേക്കബിൾ എന്ന് പറഞ്ഞ അങ്കിൾ ബണ്ടിനകത്തെ അവസാനം മോഹൻലാൽ പൊട്ടിക്കുന്ന ഒരു സാധനമില്ല, ബ്രേക്കബിൾ. ഇതാണ് നമ്മൾ 12 വോൾട്ട് സപ്ലൈ. ഇത് 12 വോൾട്ട് ഇവിടെ കൊടുത്തു. അതിനും ഒരു മണ്ടയിലൊരു ഷോട്ടിങ്ങോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അവൻ്റെ പൊത്തം ഞാൻ അടയ്ക്കുകയാണ്. ഇനി തുറക്കണ്ട ആരും, ഇവിടുന്ന് ആരും പറയണ്ട. ഇതാണ് അതിന് സംഭവം. ഇനി ഇത് ഓക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്സ് കുത്തിയാൽ മതി. ഇവിടെ സൈഡിൽ ഓക്സിന് ബ്ലൂടൂത്ത്, സ്പീക്കർ റൈറ്റ്, സ്പീക്കർ, സബ് വൂഫർ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇത്ര ഉള്ളൊരു ആംപ്ലിഫയർ. ഈ കുഞ്ഞൻ ആംപ്ലിഫയർ ഉണ്ടല്ലോ, ഇതാണ് കുഞ്ഞൻ ആംപ്ലിഫയർ. എന്നാലും ഞാൻ ഈ 3mm ഉണ്ടെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇച്ചിരി ഗ്ലൂ ഗണ്ണും കൂടെ ഒട്ടിച്ച് വിടുകയാണ്. 3mm പൊളിയത്തൊന്നും ഇല്ല, അറിയാവുന്നവർക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഇച്ചിരി ഗ്ലൂ ഗണ്ണൂടെ തല്ലിക്കൊല്ലും വെടിയൊക്കെ കൂടെ ചെയ്തിരിക്കുകയാണ്. നല്ലപോലെ പ്രസ്സായി ഒരിടത്തും പോലെ കണ്ട ഇങ്ങനെയാണ് നാടും. അപ്പോൾ ഇനി സ്പീക്കറൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. നമുക്ക് സബ് വൂഫർ ഒക്കെ ഒന്നും വലുതൊന്നുമില്ല. ഞാൻ എന്നാണേലും ഒരു സ്പീക്കർ ഞാനിപ്പോൾ കൊടുക്കാം. ഇത് സ്പീക്കർ കൊടുക്കാൻ ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഇവർ തന്നിട്ടുണ്ട്. ആ സ്ക്രൂ ഡ്രൈവർ ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. സൗകര്യത്തിന് വേണ്ടിയിട്ട് പോസിറ്റീവ് നെഗറ്റീവും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി. ഈ സ്പീക്കറിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കി കൊടുക്കണേ. അല്ലെ ഇടി വല്ലയിലേയും പോവും. ഇടി വല്ലയിൽ
സ്പീക്കർ നമ്മൾ കിട്ടി, ഓണാക്കി. ഓണാക്കുമ്പോൾ ഇവിടെ ഒരു നീല ലൈറ്റ് കത്തും. നേരത്തെ ഒരു അനൗൺസ് കാരണം അനൗൺസ്മെൻ്റൊക്കെ എടുത്ത് കളഞ്ഞു. അവർക്ക് തന്നെ മനസ്സിലായി അനൗൺസ്മെൻ്റ് വൃത്തികരമാണ്. ഇത് അനൗൺസ്മെൻ്റ് ഇല്ലാത്ത പുതിയ മോഡലാണ്. WZ-BT5 എന്നാണ് ഇതിൻ്റെ ഇത്. BT5 ഇത് ഇങ്ങനെ വരിക. ഇതിൻ്റെ ബ്ലൂടൂത്ത് 5 ആണ്. 5 ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നേരത്തെ 3 ആയിരുന്നു, ഇപ്പോൾ 5 വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമ്മളൊരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്. പ്ലേ സോണി നമ്മുടെ ചാനൽ തന്നെ എടുത്തു. പാട്ട് നോക്കട്ടെ. ഈ കാണുന്ന പാലാ തൊടുപുഴ റോഡിൽ നെല്ലാപ്പാറ വളവ് എന്ന് പറയും, വലിയ ഒരു വളവാണ്. ആ വളവ് എപ്പോഴും ഒത്തിരി ലോറികളൊക്കെ ആക്സിഡന്റ് മഹേന്ദ്ര ഇത് ജാക്ക് ഡാനിയൽസ് എന്ന് പറഞ്ഞ ഒരു പഴയ ഹോം തിയേറ്ററിൻ്റെ സബ്വൂഫറാണ്, ഡബിൾ ടൈപ്പ്. അപ്പോൾ ആ സെറ്റപ്പിൽ പോയത് ഞാനൊരു നല്ല സബ്വൂഫർ നോക്കി ഊരി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കണം. പോസിറ്റീവിൽ നമ്മൾ വരയില്ലാത്തത് കൊടുക്കണം. അപ്പോൾ ഞാൻ വരയില്ലാത്തത് പോസിറ്റീവ് കൊടുക്കുവാണ്. ഇതിലൊരു ഹോളുണ്ട്, അത് തീർത്ഥം കൊടുക്കുവാണ് നല്ലതാണ്. കാരണം സബ്വൂഫറാണല്ലോ, അവൻ ജീവനുള്ളവനാണ്. ഇനി അതിൻ്റെ നെഗറ്റീവ് നോക്കി കൊടുക്കണം. പോസിറ്റീവ്, നെഗറ്റീവ്, നല്ല ഇതായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് സബ്വൂഫർ നമുക്ക് മിക്കവാറും ഡബിൾ മാനറ്റ് ആയിരിക്കും നല്ല സബ്വൂഫർ. സിംഗിൾ മാനറ്റും ഉണ്ട്. ഡബിൾ മാർക്കറ്റും സിംഗിൾ മാനറ്റും തമ്മിൽ പറയത്തക്ക വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഈ വലിയ ഓളിയോ അടിക്കുമ്പോൾ ഇങ്ങനെ താഴെ പോയി അടിക്കാതിരിക്കാൻ നല്ലതാണ്.
ചെറിയ സ്പീക്കറിനൊന്നും ഡബിൾ മാഗ്നറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ സബ് വൂഫറിന് ഡബിൾ മാഗ്നറ്റ് നല്ലതാണ്. അപ്പം ഞാൻ സബ് വൂഫർ കൊടുക്കാൻ പോവാണ്. സബ് വൂഫർ അവിടെ കൊടുക്കുന്നു. അതുകൊണ്ട് ഇനി സബ് വൂഫറിൻ്റെ കണക്ഷനാണ് കൊടുക്കാനുള്ള. സ്ക്രൂ ഡ്രൈവർ എന്ത് ഇതിൽ ബ്ലാക്ക് സബ് എസ് എന്ന് ഇട്ടിട്ടിരിക്കുന്നതാണ് സബ് വൂഫർ. ഇത് എസ് എന്ന് എഴുതിയിരിക്കുന്ന സബ് വൂഫർ. സബ് വൂഫർ നെഗറ്റീവ്, സബ് വൂഫർ പോസിറ്റീവ്, പിന്നെ DC 24 വോൾട്ട് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഊരേണ്ട കാര്യമില്ല, വേണേ ഊരാന്ന് മാത്രം, ഊരേണ്ട ആവശ്യമില്ല. അതങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ ലെഫ്റ്റ് സ്പീക്കർ, റൈറ്റ് സ്പീക്കർ, പിന്നെ ഓക്സ് കൊടുക്കണേൽ ഇവിടെ കൊടുക്കാം. TV-യുടെ സൗണ്ടൊക്കെ കൊടുക്കണം, അവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളത് ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇത് മറ്റേ അഡാപ്റ്ററിൻ്റെ പവർ സപ്ലൈ ഉള്ളൂ. അപ്പം 2.1 ആംപ്ലിഫയർ ശരിയായിട്ടുണ്ട്. സബ് വൂഫർ സ്പീക്കറാണ്. ഇതാണ് ആംപ്ലിഫയർ ബോർഡ്. 2 സ്പീക്കർ താഴെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഓഡിയോ നിങ്ങൾ കേട്ടത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഇതുണ്ടാക്കാം. ഈ സാധനം എൻ്റെ കയ്യിലുണ്ട്, വേണേൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് തന്നെ അസംബിൾ ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് അസംബിൾ ചെയ്തെടുക്കാം. നല്ല അടിപൊളി സ്പീക്കർ കയ്യിലുള്ള ഒരാൾക്ക് അടിച്ച് തകർക്കാം. സൂപ്പറായിട്ട് ഇത് ചെയ്യാൻ പറ്റും സ്പീക്കർ കയ്യിലുള്ള ഒരാൾക്ക്. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് 2.1 ആംപ്ലിഫയർ. 100+50+50 ഉള്ള 2.1 സബ് വൂഫറും ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. ഇതിൻ്റെ മദർ ബോർഡാണ്. ഇതെൻ്റെ സ്പീക്കറാണ്. ഇതിൻ്റെ അസംബിളിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വിശദമായിട്ട് നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് തന്നെ അസംബിൾ ചെയ്യാം, എൻ്റെ ഒരു സഹായം ഇല്ലാതെ. ഈ സാധനം എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് തന്നെ അസംബിൾ ചെയ്യാം. നല്ലൊരു സ്പീക്കർ കയ്യിലുള്ള ഒരാൾക്ക് ഒരു സബ് വൂഫറും ഇതുപോലെ ഒരു വൂഫറും 2 സ്പീക്കറും കയ്യിലുള്ള ആൾക്ക് അടിച്ച് തകർക്കാൻ വീട്ടിൽ ചെറിയ പൈസയ്ക്ക്, കുഞ്ഞ് പൈസയ്ക്ക്. അതാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. ഓക്കെ.